പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി ഭിന്നതയെന്ന വാർത്ത തള്ളി ബിജെപി ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പരാജയ ഭീതിയിൽ UDF തനിക്കെതിരെ വ്യാജ പ്രചാരണം അഴിച്ചുവിടുകയാണ്. സംസ്ഥാനത്ത് BJP ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതോടൊപ്പം കാസർഗോട്ടും വലിയ വിജയപ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന വാർത്ത BJP ജില്ലാ അധ്യക്ഷയും കെ സുരേന്ദ്രൻ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ്. ഏതായാലും ഇതേക്കുറിച്ച് വിശദമാക്കാൻ BJP ജില്ലാ അധ്യക്ഷ M.L. അശ്വിനി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ തോതിലുള്ള ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന സമയമാണ്. പക്ഷേ വരുന്ന വാർത്തകൾ, അതായത് ജില്ലാ അധ്യക്ഷക്കെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം? ഇതിന്റെ അടിസ്ഥാനം നമ്മൾ വിജയിക്കും എന്ന് നമ്മൾ വിജയിക്കും എന്ന പേടിയാണ് മറ്റു പാർട്ടിക്കുള്ളത്. അപ്പോൾ അവരാണ് നമ്മളെ പ്രവർത്തകരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട്. നമ്മളെ പാർട്ടിൻ്റെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ സീനിയർ ലീഡേഴ്സിൻ്റെ ഇടയിലാവട്ടെ ഒരു പ്രശ്നം നമുക്കില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ ഇലക്ഷൻ രംഗത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് വിജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ബിക്കോസ് കാലകാലമായിട്ട് മഞ്ചേശ്വരത്തിൽ BJP ജയിക്കുമെന്ന് എത്രയോ സീനിയേഴ്സ് ആൾക്കാരും എത്രയോ പ്രവർത്തകർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ടുള്ള പ്രവർത്തകന്മാർ ആശയോട് വെയിറ്റാക്കുന്ന ഒരു ദിനമാണ് നമ്മളെ ഈ വരുന്ന ദിനങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഈ പ്രാവശ്യം എല്ലാ സാഹചര്യങ്ങളും ഓർക്കി വന്നിട്ടുള്ളതാണ്. BJP ജയിക്കുമെന്ന ഒരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഇടയ്ക്കുണ്ട്. ജില്ലാ അധ്യക്ഷ പ്രശ്നമുണ്ട്, ജില്ലാ അധ്യക്ഷനെ വിളിക്കുന്നില്ല, അസംബ്ലി ഇൻചാർജ് ഒന്നും അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞ കള്ള പ്രചരണം നടത്തിക്കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ പിന്നാലെ ആരാണ് ഇങ്ങനെ കള്ളം പ്രചരണം നടത്തുന്നുള്ളത്? ഞാൻ അത് ലീഗലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. പക്ഷേ ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് ഒരു പ്രൂഫ് ഇല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഇത് ആദ്യമായിട്ടൊന്നല്ല എൻ്റെ മകൾ ഇങ്ങനെ കള്ള പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.